നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 1 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. മാതാപിതാക്കൾക്കോ അടുപ്പമുള്ളവർക്കോ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. സായാഹ്നം മുതൽ അനുകൂലമായ അവസ്ഥാവിശേഷം ഉണ്ടാകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം. രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ പെടുവാനും ദുർപ്രവൃത്തികൾ ചെയ്യുവാനും സാഹചര്യമുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുവാൻ ശ്രമിക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം. തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദിവസത്തിന്റെ തുടക്കത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. സാമ്പത്തിക ലാഭത്തോടൊപ്പം വാഹനഭാഗ്യവും ഉണ്ടാകും. എന്നാൽ മധ്യാഹ്നം കഴിയുമ്പോൾ മനഃശാന്തിക്കുറവ് അനുഭവപ്പെടാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം. പൂയം ആയില്യം. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയും. കൃഷിയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം അനുഭവപ്പെടും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദിവസത്തിന്റെ തുടക്കത്തിൽ മനക്ലേശം ഉണ്ടാകുമെങ്കിലും മധ്യാഹ്നം മുതൽ ധനലാഭവും മനസ്സന്തോഷവും എന്നിവ ഉണ്ടാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം. അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമായ ഘട്ടമാണ്. ഉദര സംബന്ധമായ അസുഖങ്ങളോ ഛർദിയോ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ആഹാരകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം. ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദിവസത്തിന്റെ തുടക്കത്തിൽ ധനനേട്ടം ശത്രുനാശം എന്നിവ ഉണ്ടാകും. എന്നാൽ മധ്യാഹ്നം കഴിയുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം. അനിഴം തൃക്കേട്ട. കുടുംബാംഗങ്ങൾ തമ്മിലോ സഹോദരങ്ങൾ തമ്മിലോ നിസ്സാര കാര്യങ്ങൾക്ക് കലഹങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധ പാലിച്ചില്ല എങ്കിൽ വഞ്ചിക്കപ്പെടുവാൻ സാധ്യത കാണുന്നു. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ആഗ്രഹിച്ചതുപോലെ ദമ്പതികൾക്ക് ഒന്നിച്ച് താമസിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഉദ്യോഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. മനസ്സുഖം വർദ്ധിക്കുകയും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുകയും ചെയ്യും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം. തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വിദ്യാർത്ഥികൾക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടുവാനും പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുവാനും പരീക്ഷകളിൽ പ്രതികൂല സാഹചര്യങ്ങൾക്കും സാധ്യതയുണ്ട്. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം. ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ബന്ധുക്കളുടെ സന്ദർശനം മനസ്സിന് സന്തോഷം നൽകും. നല്ല ഭക്ഷണസുഖവും സാമ്പത്തിക ലാഭവും ഉണ്ടാകും. പ്രണയിനികൾക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ സാധിക്കുന്ന അനുകൂല ദിവസമാണിത്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം. ഉത്രട്ടാതി രേവതി. നിയമപരമായ തർക്കങ്ങളിൽ വിജയം കൈവരിക്കുവാനും സാമ്പത്തിക ലാഭം നേടുവാനും സാധിക്കും. തൊഴിൽ രംഗത്ത് പുരോഗതി ദൃശ്യമാകും. സന്താനഭാഗ്യം വിവാഹഭാഗ്യം എന്നിവ ഉണ്ടാകും. വ്യാപാരികൾക്ക് മന്ദത മാറി ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.